ഹായ്, നമസ്കാരം. കേരളത്തിലിപ്പോൾ ആർക്കും KSRTC ബസ്സിലിപ്പോൾ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി. ഇനി ഈ മുള്ളുകൾ കൊണ്ട് വച്ചിട്ടുള്ള ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ബസ്സിൽ കയറണം. ആ ചില സ്ത്രീകൾക്ക് എപ്പോഴും ഒരു കൊമ്പ് കൂടുതലാണല്ലോ. എല്ലാ സ്ത്രീകളുടെയും കാര്യമല്ല പറയുന്നത്, ചില സ്ത്രീകളുടെ കാര്യമാണ്. നമ്മൾ ഒരു പൊതുവാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ കയറുന്നതിന് മുമ്പ് വിചാരിക്കണം, തിരക്കുണ്ടാവും. ആൾത്തിരക്ക് എപ്പോഴും പബ്ലിക് ബസ്സിലൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് തട്ടലും മുട്ടലും ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവും. ഇല്ലയെന്ന് പറയാൻ പറ്റില്ല, സ്വാഭാവികമാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാനും ലൈക്ക് കിട്ടാനും കമൻ്റ് കിട്ടാനും വേണ്ടിയിട്ട് ചില പെണ്ണുങ്ങൾ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ട്രെൻഡ് ഏതെങ്കിലും ഒരു KSRTC ബസ്സിൽ പോയി കയറുക, പിന്നെ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ആണുങ്ങളുടെ തൊട്ടടുത്ത് ചെന്നിട്ട് ആ മുല രണ്ടിനെയും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഉരസി കാണിച്ചു കൊടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എല്ലാത്തിലും പോസ്റ്റ് ചെയ്യും. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ അത് വെച്ച് അങ്ങോട്ട് റീച്ചാവും, ഫേമസ് ആകും എന്നുള്ള ആ ഒരു രീതിയിൽ പല പെണ്ണുങ്ങളും ഇതേപോലുള്ള നാടകങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഇതേപോലെ ഒരു സംഭവം ഇപ്പോൾ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു സംഭവം നടന്ന്, അത് ഒരാണിൻ്റെ ആത്മാഭിമാനം സഹിക്കാൻ വയ്യാതെ ആ പുള്ളിക്കാരൻ ചെന്ന് ആത്മഹത്യ ചെയ്തു. അതുകൊണ്ട് എന്നിട്ട് അവൾ സൊസൈറ്റിക്കെതിരെയാണ് പ്രതികരിക്കുന്നത്, സൊസൈറ്റീൻ്റെ കുഴപ്പമാണെന്ന്. എന്താ കഷ്ടമെന്നൊന്ന് ആലോചിച്ച് നോക്കിയത്. അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ ജീവനാണ് പോയത്. അയാൾ ഇച്ചിരി ആത്മാഭിമാനമുള്ള ഒരാളായതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്. സഹോദര, എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഇവളെപ്പോലുള്ളവർ നമ്മൾ നേരിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഈ പെണ്ണ് പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ ഇന്ത്യ ഒട്ടാകെ, തമിഴ്നാട്, ഗ്രാമങ്ങൾ എല്ലായിടങ്ങളിലും പോയി അത് ഓടിയിരിക്കുകയാണ്. എന്താ അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കിയത്. അത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിലൊക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്ന